BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ വിലയിരുത്തുന്ന വിദഗ്ധ സമിതിയിലേക്ക് പുതിയ ആളെ നാമനിർദ്ദേശം ചെയ്യാൻ കേരളത്തോട് ആവശ്യപ്പെട്ടതായി കേന്ദ്ര സർക്കാർ. രാജ്യസഭയിൽ CPM അംഗം ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യത്തിന് ജലശക്തി സഹമന്ത്രി രാജ്ഭൂഷൺ ചൗധരിയാണ് ഈ വിവരം നൽകിയത്. എന്നാൽ കേരളത്തിന്റെ പ്രതിനിധിയെ മാറ്റുന്നതിന് മുൻപ് സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിച്ചോ എന്ന ചോദ്യത്തിന് മന്ത്രി മറുപടി നൽകിയില്ല. അതേ അല്ലെങ്കിൽ അല്ല എന്ന വിശദീകരണത്തിന് പകരം കേരളം നാമനിർദ്ദേശം ചെയ്ത വിദഗ്ധൻ വ്യക്തിപരമായ കാരണങ്ങൾ തുടരാനാകില്ലെന്ന് അറിയിച്ചതിനാലാണ് മാറ്റിയതെന്നും മറ്റൊരു വിദഗ്ധനെ നിയമിച്ചതെന്നും മന്ത്രി അറിയിച്ചു. നിലവിലെ വിദഗ്ധ സമിതിയിലെ അംഗങ്ങൾ ഏത് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ളവരാണെന്ന വിവരവും കേന്ദ്രം നൽകിയില്ല. പകരം അംഗങ്ങളുടെ പേരും ഔദ്യോഗിക പദവികളും ഏത് സ്ഥാപനത്തിൽ നിന്നാണെന്നും മാത്രമാണ് അറിയിച്ചത്. കേരളത്തിന്റെ ഏക പ്രതിനിധിയായിരുന്ന കേന്ദ്ര ജല കമ്മീഷന്റെ മുൻ ചീഫ് എഞ്ചിനീയർ TK ശിവരാജനെ സംസ്ഥാനത്തെ മുൻകൂട്ടി അറിയിക്കാതെ സമിതിയിൽ നിന്ന് ഒഴിവാക്കിയതു പകരം ഉത്തർപ്രദേശിൽ നിന്നുള്ള വിദഗ്ധനെ ഉൾപ്പെടുത്തിയത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. അതിനിടെ തമിഴ്നാടിനകത്തെ അണക്കെട്ടുകളുടെ പരിശോധനയ്ക്കായി സംസ്ഥാന സർക്കാർ രൂപവൽക്കരിച്ച ആഭ്യന്തര സമിതിയിൽ ശിവരാജനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.